ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ദില്ലി മദ്യനയ അഴിമതി കേസിൽ സിബിഐ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണം. വകുപ്പ് തല അന്വേഷണത്തിന് ശുപാർശ നൽകി റൌസ് അവന്യൂ കോടതി. സർക്കാർ ഉദ്യോഗസ്ഥനായ കുൽദീപ് സിംഗിനെയാണ് മദ്യനയ അഴിമതി കേസിൽ സിബിഐ ഒന്നാം പ്രതിയാക്കിയത്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ വലിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി വരുന്നു. ഇപ്പോൾ സിബിഐ ഉദ്യോഗസ്ഥർ ഈ മദ്യനയ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയാണോ വകുപ്പ് തല അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്? ദില്ലി മദ്യനയ അഴിമതി കേസിലെ അന്വേഷണം, ഈ കേസ് അന്വേഷിച്ച സിബിഐ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് വകുപ്പ് തല അന്വേഷണം. വകുപ്പ് തല അന്വേഷണത്തിന് ഈ വിടുതൽ ഹർജി അംഗീകരിച്ച വിധിയിലാണ് റൌസ് അവന്യൂ കോടതി അതിനുള്ള വകുപ്പ് തല അന്വേഷണത്തിനുള്ള ശുപാർശ നൽകിയിരിക്കുന്നത്. ഇതിനുള്ള കാരണം സർക്കാർ ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കിയതിലാണ് ഈ സിബിഐ ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണം. ഈ കേസിലെ ഒന്നാം പ്രതി കുൽദീപ് സിംഗ് ആണ്. കുൽദീപ് സിംഗ് അഴിമതി ആരോപണം ഉയർന്ന കാലയളവിൽ ദില്ലി എക്സൈസ് വകുപ്പിലെ ഡെപ്യൂട്ടി കമ്മീഷണറായി ആണ് സേവനം അനുഷ്ഠിച്ചത്. പുതിയ മദ്യനയം രൂപീകരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും സ്വകാര്യ വ്യക്തികൾക്ക് വഴിവിട്ട സഹായം നൽകിയെന്നതായിരുന്നു കുൽദീപ് സിംഗിനെതിരെ സിബിഐ ഉയർത്തിയ ആരോപണം. ഈ കേസിലാണ് കുൽദീപ് സിംഗിനെതിരെ യാതൊരു തെളിവുകളുമില്ല. 23 AAP നേതാക്കളടക്കമുള്ള 23 പേരെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ ഒന്നാമത്തെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആൾ കുൽദീപ് സിംഗ് ആണ്. റോസ് അവന്യൂ കോടതി ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയാണ് ചെയ്തത്. ഇതിലാണ് മതിയായ തെളിവുകളില്ലാതെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കിയതിൽ സിബിഐ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് റൌസ് അവന്യൂ കോടതി ശുപാർശ ചെയ്യുന്നത്. അതായത് ഈ കേസിൽ ആദ്യന്തം തിരിച്ചടിയാകുകയാണ് കേന്ദ്ര ഏജൻസിക്ക്. സിബിഐയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഉത്തരവായി കൂടി ഈ വിധിയെയും ഉത്തരവിനെയും കാണേണ്ടി വരില്ലേ? അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം ഇത് സിബിഐയെ സംബന്ധിച്ച് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് സിബിഐ അന്വേഷിക്കുന്നതെന്ന് AAP നേതാക്കൾ തുടക്കം മുതൽ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നടക്കം അത്തരം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കെതിരായ നേതാക്കൾക്കെതിരെ സിബിഐയും ഇഡിയും നിരന്തരമായ അന്വേഷണം നടത്തുന്നുണ്ട്. പല കേസുകളും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതെല്ലാം കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും രാഷ്ട്രീയ പ്രേരിതമായ നടപടികളുടെ ഭാഗമായാണ് അത്തരം കേസുകളെന്ന് നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പക്ഷേ ഒരു കേസ് വരുമ്പോൾ അതിനെ നിയമപരമായി നേരിടുക എന്നതാണ് കാര്യം. അങ്ങനെ നിയമപരമായി നേരിടുമ്പോഴാണ് 23 AAP നേതാക്കളെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത്. ദില്ലി മദ്യനയ അഴിമതി കേസിൽ കനത്ത തിരിച്ചടി സിബിഐക്കും കേന്ദ്ര സർക്കാരിനും നേരിട്ടിരിക്കുകയാണ് കോടതിയിൽ നിന്നും.